Hello dear students, welcome to EduPods. എടാ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ നമ്പർ 1 റിവ്യൂ ഓഫ് C++ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ +1 നമ്മൾ കേട്ട് പരിചയമുള്ള ഒരുപാട് എലമെന്റ്സ് അടങ്ങിയതാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ക്യാരക്ടർ സെറ്റ് ആണ്. ഒരു C++ എന്ന ലാംഗ്വേജിൽ പഠിക്കേണ്ട ലെറ്റേഴ്സുകൾ, ഡിജിറ്റുകൾ, സിമ്പൽ, അതാണ് ക്യാരക്ടർ സെറ്റ്. രണ്ടാമത്തെ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടോക്കൺ, കീവേഡ്സ്, ഐഡന്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റ്, അങ്ങനെ തുടങ്ങി അല്ലെ. ഡാറ്റ ടൈപ്സ്, ടൈപ്പ് മോഡിഫയർ, പിന്നെ അങ്ങനെ തുടങ്ങി ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ പോകുന്ന സ്ട്രക്ചർ ഓഫ് C++ കഴിഞ്ഞ് അതിന്റെ ശേഷം അതിമനോഹരമായ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈഫ്, എൽസ്, ഇഫ്, ലാഡർ, നെസ്റ്റഡ് ഈഫ്, സ്വിച്ച്, അങ്ങനെ ഒരുപാട് സാധനം അടങ്ങിയ ലൂപ്പ്, ജമ്പ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ അടങ്ങിയ ഈ ചാപ്റ്ററിനെ ഒരു ക്യുക്കായിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം, സെറ്റാക്കാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റിന്റെ ഉള്ളിൽ അതിമനോഹരമായിട്ട് റിവ്യൂ C++ത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ സെറ്റ് തന്നെ ടോപ്പിക് 1 ആണ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ലെറ്റേഴ്സ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ് ലെറ്റേഴ്സ്. രണ്ടാമത്തത് ഡിജിറ്റുകൾ ഉണ്ട്, പല പല ഡിജിറ്റുകൾ. മൂന്നാമത്തത് സിമ്പലുകൾ. ആൻഡ് ഫൈനലി വൈറ്റ് സ്പേസസ്. ഏതാ ഈ ഡിജിറ്റ്, ഏതാടാ ലെറ്റേഴ്സ്? എ മുതൽ സെറ്റ് വരെ. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെ. സിമ്പിൾസ് പറഞ്ഞാൽ പ്ലസ്, മൈനസ്, ഇൻറ്റു, ബൈ, ലെസ് ദാൻ, ഒരുപാട് നമ്മൾ കീബോർഡിൽ എന്തൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ. വൈറ്റ് സ്പേസ് പറഞ്ഞാൽ നെക്കിയാൽ ഒരു ഫീലിംഗും ഇല്ലാത്തത്, സ്പേസ്, ഷിഫ്റ്റ്, കഴിഞ്ഞ്. ഇതാണ് ഒന്നാമത്തെ ടോപ്പിക്. രണ്ടാമത്തതാണ് ടോക്കൺ, അതിമനോഹരമായ ടോപ്പിക്. ടോക്കൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കണികനെ പറയുന്ന പേരാണ് ടോക്കൺ. സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിണ്ടാവില്ല. നമ്മളെ കുട്ടികൾ കളിക്കുന്ന ചെറിയ ബ്രിക്ക് ഉണ്ട്, അതിനെ പറഞ്ഞ പേരാണ് ടോക്കൺ. ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോഗ്രാം. ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ്, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ ബിൽഡിംഗ് ബ്ലോക്കിനെ പറഞ്ഞ പേരാണ് ടോക്കൺ. 5 ടൈപ്പ് ടോക്കൺ ഉണ്ട്. കീവേഡ്സ്, ഐഡന്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ, പങ്ക്ച്വേറ്റർ. പഠിക്കാനുള്ള ഷോർട്ട് കട്ട് പൊളിക്ക് എന്ന് പഠിച്ചു നോക്കുക. പൊളിക്ക്, POLIK. കീവേഡ്സ്, ഐഡന്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ, പങ്ക്ച്വേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയർ? കീവേഡ് എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്ത വേർഡ്സ് ആണ്, സം സെറ്റ് ഓഫ് വേർഡ്സുകൾ. ഇൻഡ്, ക്യാര്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ നെയിം നൽകലാണ്, ഒരു കുട്ടിക്ക് പേരിടുക അല്ലെങ്കിൽ വേരിയബിളിന് പേരിടുക. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റിനെ പറഞ്ഞ പേരാണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ്, പ്ലസ്, മൈനസ്, ഓപ്പറേഷൻ. പങ്ക്ച്വേറ്റർ എന്നാണ് ഉപയോഗിക്കുന്ന എക്സ്ട്രാ സിമ്പിൾസ്. വാട്ട് ആർ ദ റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയർ എന്ന് പഠിച്ചോ. റൂൾസ് പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ഇത്രേ ഉള്ളൂ. എ കാണുന്നില്ല, A2 നേരെ വിട്ടുക. A2 പറ്റില്ല. അതെന്താ? റൂള് പഠിക്കണം, നിങ്ങൾ പഠിക്കും. ഫസ്റ്റ് റൂള് A2 പറ്റില്ല. എന്താ? സ്പേസസ് ആർ നോട്ട് അലൗഡ്. എന്താ റൂള്? സ്പേസ് പറ്റില്ല. രണ്ടാമത്തെ റൂള് 2A, സ്റ്റാർട്ടിങ് വിത്ത് ഡിജിറ്റ്സ് ആർ നോട്ട് അലൗഡ്. മൂന്നാമത്തെ റൂള് കീവേഡ്സ്, ഇൻഡ്, കീവേഡ്സ് ആർ നോട്ട് അലൗഡ്. നാലാമത്തെ റൂള് A#2, സിമ്പിൾസ് ആർ നോട്ട് അലൗഡ്. സാർ എന്താ അലൗഡ് ഉള്ളത്? ക്യാപിറ്റൽ പറ്റും, ഇഞ്ച്, ക്യാപിറ്റൽ അലൗഡ് ആണ്. പിന്നെ അതേപോലെ അണ്ടർസ്കോറും അലൗഡ് ആണ്. അപ്പൊ 6 റൂൾസ് സെറ്റായോ? സ്പേസസ് ആർ നോട്ട് അലൗഡ്, സിമ്പിൾസ് ആർ നോട്ട് അലൗഡ്, കീവേഡ്സ് ആർ നോട്ട് അലൗഡ്, സ്റ്റാർട്ടിംഗ് വിത്ത് ഡിജിറ്റ്സ് ആർ നോട്ട് അലൗഡ്, അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ആർ ഡിഫറെന്റ് ആൻഡ് അണ്ടർസ്കോർ ട്രീറ്റഡ് ആസ് ലെറ്റർ. കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് among the following is not an identifier? സമ്മ് അലൗഡ് ആണ്, വാലിഡ് ആണ്, ഒരു പ്രശ്നമില്ല. മാർക്ക് ഒരു വിവാദങ്ങളും ഇല്ല, വാലിഡ് ആണ്. എന്നാ ഇൻഡ് കീവേഡ് ആണ്, അലൗഡ് അല്ല. ആവറേജ് സ്കോർ അലൗഡ് ആണ്, വാലിഡ് ആണ്. സോ ഏതാ? വിച്ച് among the following is a not identifier? എന്താ? ഇൻഡ് ഈസ് എ ഇൻവാലിഡ് ആണ്. കാരണം ഇൻഡ് ഈസ് എ കീവേഡ്സ്. എന്താ? ഇൻഡ് ഈസ് എ റീസൺ. എന്താ? ഇൻഡ് ഈസ് എ കീവേഡ്സ്. റെഡി അല്ല? സോ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് ലിറ്ററൽ. ആരാ ഈ ലിറ്ററൽ? ലിറ്ററൽ എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട വാക്കാണ്. കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് ലിറ്ററൽസ്. 4 കോൺസ്റ്റന്റ് ഉണ്ട്,
9999 9 നമ്പറാണ്, അതിനെ പറയുന്ന പേരാണ് ഇൻറ്റീജർ. ഇൻറ്റീജർ കോൺസ്റ്റന്റ്. 9 സിംഗിൾ കോട്ട്സ് ഇട്ടാൽ അതിനെ പറയുന്ന പേരാണ് ക്യാരക്ടർ. ഡബിൾ കോട്ട് ഇട്ടാൽ അതിനെ നമ്മൾ പഠിക്കും സ്ട്രിങ്. 9.0 പോയിന്റ് വന്നാൽ അതിനെ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് ലിറ്ററൽസ്. തീർന്നു. എന്നാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ടോക്കണിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാനാണ് ചോദ്യം. എന്താടാ? ടോക്കൺ ബേസ് ചെയ്തിട്ട്. ടോക്കൺ എന്ന് പറയുമ്പോൾ 5 മക്കളാണ്: കീവേഡ്, ഐഡന്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ, പങ്ക്ച്വേറ്റർ. അങ്ങനെയാണെങ്കിൽ ഇന്റ് ഏജ് ഈക്വൽ ടു 20 എന്ന് എഴുതുമ്പോൾ ഇന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഇസ് എ കീവേഡ്സ്. ആരാടാ? കീവേഡാ. ഏജ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫയർ ആണ്. ഈക്വൽ ടു അത് എന്താ? ഒരു ഓപ്പറേറ്റർ ആണ്. 20 നമ്മളിപ്പോ കണ്ടു, അതൊരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ലിറ്ററൽസ് ആണ്. എന്താടാ? ലിറ്ററൽസ്. എന്നാ സെമികോളം ഈസ് പങ്ക്ച്വേറ്റർ. അപ്പൊ ഈ എക്സാമ്പിളിന്റെ പ്രത്യേകത എന്താ? എല്ലാവരും വന്ന് യെസ്. അപ്പൊ അടുത്ത് ലിസ്റ്റ് എനി 3 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. അടുത്ത മെയിൻ സെക്ഷൻ ആണ്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ 5 മക്കളാണ്: ഇന്റ്, ക്യാരക്ടർ, ഫ്ലോട്ട്സ്. ഇത് മതി. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പോയിന്റ് വരാത്ത നമ്പർ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് 4 5. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ABCD. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് വരുന്ന നമ്പർ. ഫ്ലോട്ടിന്റെ വലിയ ആളാണ് ഡബിൾ ആൻഡ് വോയിഡ്സ്. എക്സ്പ്ലെയിൻ എനി 3 ടൈപ്പ് മോഡിഫയേഴ്സ്. നമ്മൾ ബേസിക് ഡാറ്റ ടൈപ്പ് ആണ് ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താം. മെമ്മറി ചെറുതാക്കാൻ ഷോർട്ട്, മെമ്മറി വലുതാക്കാൻ ലോങ്. പോസിറ്റീവ് നമ്പർ മാത്രമേ വരുള്ളൂ, അതാണ് സൈനഡ്. അല്ല, പോസിറ്റീവ് നെഗറ്റീവ് വരുമെങ്കിൽ സൈനഡ്, പോസിറ്റീവ് മാത്രം വരുള്ളൂ എങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് അൺസൈനഡ്. 4 എലമെന്റ്സ്. എന്നാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 3 ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു വെക്കാം. ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. ഞാൻ അറിയാത്തവര് കൂട്ടാ, കുറക്ക, ഗുണിക്കാരിക്ക. പിന്നെ നിങ്ങളെ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ സാധനം കണ്ടിട്ടുണ്ടാവും, ഈക്വൽ ടു. ഇതിനെ പറഞ്ഞ പേരാണ് അസൈൻമെന്റ്. ഏതെങ്കിലും 2 പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അതേപോലെ വേറെ എന്തൊക്കെ കേട്ടിട്ടുണ്ട്? നമ്മുടെ വേറെ ഏതൊക്കെ കേട്ട്? റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാടാ? ഇപ്പം ഞാനും ഒരു അല്ലെ, നമ്മൾ എൻ്റെ കാട്ടി മാർക്ക് കുറവാണ് മറ്റൊരു കുട്ടി, അങ്ങനെ എങ്ങനെ കമ്പയർ ചെയ്യാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഞാൻ ഈ ഏരിയയിൽ തന്നെ 2 ഈക്വൽസ് ഉണ്ട് കേട്ടാ. ഞാൻ ഏരിയയിൽ ഇതാ ഈക്വാലിറ്റി, ഈക്വൽസ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഈക്വൽസ് എന്ന് പറഞ്ഞാൽ A ഈക്വൽസ് 5 എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് മലയാളം ആണ് എന്നാണ്. എന്റെ വില 5 ആണ്. അതായത് ഇതെന്ത് ഓപ്പറേറ്ററാ? അസൈൻമെന്റ് ഓപ്പറേറ്ററാണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇറ്റ് അസൈൻ സം വാല്യൂ ആണ്. അസൈൻ വാല്യൂസ്. A ഡബിൾ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാലോ? A ഡബിൾ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് മലയാളം ആണോ എന്ന ചെക്കിംഗ് ആണ്. അപ്പൊ ചെക്കിംഗ് ആവുമ്പോൾ ഇതിനെ റിലേഷണൽ ഓപ്പറേറ്ററിലാണ് വരിക. അത് ബിലോങ്സ് ടു എന്തിലാടാ? റിലേഷണൽ ഓപ്പറേറ്റർ. അപ്പൊ ചെക്ക് ചെയ്യലാണ്. കഴിഞ്ഞു. ലാസ്റ്റ് പാർട്സ്. റൈറ്റ് 4 സ്റ്റേറ്റ്മെന്റ് ടു ഡിക്രിമെന്റ്. ഡിക്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറയാം. ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ബൈ 1. ഒരു വേരിയബിളിന്റെ ഒരു വാല്യൂ, ഇപ്പൊ എക്സിന്റെ വാല്യൂ 1 കുറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് എക്സ് മൈനസ്. 4 വേണം, മൈനസ് എക്സ്. അടുത്തത് എക്സിന്റെ വില 1 കുറയണം, എക്സ് -1. 2 സൈഡിലും ഈക്വൽ ടു അപ്പുറത്തപ്പുറത്ത് എക്സ് വന്നാൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, -=1. തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് A = 5/3? നല്ല ചോദ്യമാണ്. A = 5/3 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. A = 5/3 കാണുന്നുണ്ടാവില്ല. A = 5/3. 5/3 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 5 എന്നുള്ളത് ഇൻറ്റീജർ ആണ്, 3 എന്നുള്ളതും ഇൻറ്റീജർ ആണ്.
ഒരു ഇൻറ്റീജറിനെ ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡൗട്ടും വേണ്ട, ഉത്തരം ഇൻറ്റീജറേ വരുള്ളൂ. അപ്പൊ 5/3 ഉത്തരം എന്ത് സംഭവിച്ചാലും 1 പോയിന്റ് എന്നുള്ള സാധനം വരില്ല. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. 5/3 എന്താ 1 പോയിന്റ് വരില്ല, 1. ആൻസർ ഈസ് 1. അത് ഫ്ലോട്ടായിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പോയിന്റ് വരും, അങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആൻസർ ഈസ് 1.0. ഇൻറ്റീജറായി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആൻസർ ഈസ് 1. അപ്പൊ ഏതൊക്കെ ടൈപ്പ് കൺവേർഷൻ ഉണ്ടാ? യെസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ ഫുള്ള്. ഏതൊക്കെ? ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ആരൊക്കെടാ? ഇംപ്ലിസിറ്റ് ഉണ്ട്, അതേപോലെ എക്സ്പ്ലിസിറ്റ് ഉണ്ട്. ഇംപ്ലിസിറ്റ് എന്നാൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയി ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കാണിച്ചത് 5/3 ഇംപ്ലിസിറ്റ് ആണ്. എന്നാ എക്സ്പ്ലിസിറ്റ് അറിയുമ്പോൾ നമ്മൾ തീരുമാനിക്കും ഉത്തരം ഏത് രൂപത്തിൽ വരണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ്. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് C++ സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെ? C++ സ്റ്റേറ്റ്മെന്റ് അടിപൊളിയാണ്. ഏതൊക്കെയുണ്ട്? C++ന്റെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേഷൻ, ഇനീഷ്യലൈസേഷൻ, അതേപോലെ അസൈൻമെന്റ്. ഇതെങ്കിലും പഠിച്ചു വെക്കാം. എക്സാമ്പിൾ ഇതാ, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഇൻറ്റ് എക്സ്, കഴിഞ്ഞു. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, എക്സ് ഈക്വൽ ടു 43, ഇത്രേ ഉള്ളൂ. യെസ്. സ്ട്രക്ചർ ഓഫ് C++ന്റെ സ്ട്രക്ചർ എങ്ങനെ എഴുതാം? ആഷ് ഇൻക്ലൂഡ്സ്, ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. രണ്ടാമത്തെ ലൈനാണ് യൂസിങ് നെയിം സ്പേസ് std. മൂന്നാമത്തെ ലൈനാണ് ഇൻറ്റ് മെയിൻ. എന്നിട്ട് എഴുതേണ്ടതെല്ലാം ഇവിടെ എഴുതാം. അവസാനത്തിൽ വൈൻഡപ്പ് ചെയ്യുമ്പം റിട്ടേൺ 0. അവിടെ പൂർണ്ണമായി. ക്ലിയർ? സോ എന്താണ് അടുത്ത ലാസ്റ്റ് പാർട്ട്? നമ്മളെ ജമ്പ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തി. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളൻ സിമ്പലിനെയും പറയുന്ന പേരാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, ആരാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ? കണ്ടീഷൻ ഓപ്പറേറ്റർ എഴുതുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. ഒരു കണ്ടീഷൻ എഴുതും, സ്വാഭാവികമായിട്ടും ഒരു കണ്ടീഷൻ. ഇപ്പം നമ്മളെ എക്സാം പാസ്സാവാം, ഫെയിൽ ആവാം, രണ്ട് ഓപ്ഷനാണ്. അപ്പം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ട്രൂ സ്റ്റേറ്റ്മെന്റ് വരാം, ശരിയാകുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു കോളൻ ഇടുക, തെറ്റാണ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. അപ്പം ട്രൂ സ്റ്റേറ്റ്മെന്റും ഫാൾസ് സ്റ്റേറ്റ്മെന്റും. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഇതാ ഈ ക്വസ്റ്റ്യൻ തന്ന് ഇതിനെ ഞാൻ കണ്ടീഷൻ ഓപ്പറേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചെയ്യുന്ന ടാസ്ക് ഇത്രേ ഉള്ളൂ. കണ്ടീഷൻ ഏതാ? മാർക്ക് ഗ്രേറ്റർ ദാൻ 30. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ അതേപോലെ ഇവിടെ പ്ലേസ് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ പാർട്ട് ശരിയാണെങ്കിൽ ഏതാ? റിട്ടേൺ റിസൾട്ട് P ആണ്. അപ്പം എന്താ ചെയ്യാ? ഇവിടെ റിസൾട്ട് ഈക്വൽ ടു P എന്ന് എഴുതും. അല്ലെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു F. ഇത്രേ ഉള്ളൂ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ സിൻടാക്സ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ചിന്റെ സിൻടാക്സ് എഴുതണമെങ്കിൽ ശ്രദ്ധിക്കണേ. സ്വിച്ചിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. സ്വിച്ച് എന്ന് എഴുതും, ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്യും. സ്വിച്ചിൽ നിർബന്ധമായിട്ടും വേണ്ടത് കേസ് വാല്യൂസ് ആണ്. കേസ് വാല്യൂ എഴുതേണ്ടതൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യുക. ബ്രേക്ക് അവസാനിക്കുമ്പോൾ ബ്രേക്ക്. വീണ്ടും അടുത്ത കേസ് എഴുതാവുന്ന ഓപ്ഷൻസ് ഒക്കെ എഴുതാം. ബ്രേക്ക്. അങ്ങനെ അവസാനിക്കുന്ന സമയത്ത് ഇതൊന്നുമല്ല എങ്കിൽ ഡീഫോൾട്ട് അവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. സ്വിച്ച്, കേസ് ഡീഫോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, റീറൈറ്റ് യൂസിങ് എൽസീഫ്. ഈ എൽസീഫിലേക്ക് മാറ്റാൻ ഇവിടെ സ്വിച്ച് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും കേട്ടോ. സ്വിച്ച് CH ഇതവിടെ സ്വിച്ച് CH. ഈ സ്വിച്ച് CHന് സ്വിച്ച് CH ഇതവിടെ ഉണ്ട്. ഇതിനെ എൽസീഫ് ലാഡറിലേക്ക് മാറ്റണം. എൽസീഫ് ലാഡറിലേക്ക് മാറ്റണമെങ്കിൽ എഴുതുന്ന സ്റ്റൈൽ ഇത് അത്രേ ഉള്ളൂ. ഇഫ് CH ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരിക. എൽസീഫ് ലാഡറിനെ സ്വിച്ചിനെ എൽസീഫ് ലാഡറിലേക്ക് ഈ ടൈപ്പ് ആണെങ്കിൽ C out 0.
അപ്പോൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു, ഈ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ പാർട്ട് ആരാ? ഇതാണ് രണ്ടാമത്തെ പാർട്ട്. അപ്പം നേരെ ഇവിടെ ഇതാ എൽസ്. ഈഫ് അടുത്ത ഓപ്ഷൻ 1 ആണെങ്കിൽ CH ഈക്വൽ ടു 1 ആണെങ്കിൽ C ഔട്ട് ആരാ? 1. ഇതൊന്നുമല്ല എങ്കിൽ എൽസ് ഇൻവാലിഡ്. യെസ്, ക്ലിയർ. വലിയൊരു ചാപ്റ്റർ ആണ് റിവ്യൂ ഓഫ് C++ എന്നുള്ള ചാപ്റ്റർ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. 3 പോയിന്റ്സ് പഠിച്ചു വെക്കണം. 3 പോയിന്റ്സ്. എൻട്രി, എക്സിറ്റ്. എൻട്രി കടക്കുമ്പോൾ കണ്ടീഷൻ നമ്മൾ ഡോർ ആണ് തുറക്കുമ്പോൾ ലോക്ക് ചെയ്യുക, അല്ല എയർപോർട്ടിലേക്കാണ് കയറുമ്പോൾ ലോക്ക് ചെയ്യുക. കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ്, വെച്ചിരിക്കുന്നു. കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ബോഡി. അപ്പോൾ ഇവിടെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ ബോഡി. ബിഫോർ ദ ബോഡി ആകുമ്പോൾ കണ്ടീഷൻ തെറ്റിയാലോ വർക്ക് ചെയ്യോ? നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു പ്രാവശ്യമെങ്കിലും വർക്ക് ചെയ്യും എന്നുള്ള ഗ്യാരണ്ടി ഇല്ല. എന്തായത് കണ്ടീഷൻ തെറ്റിയാലും എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് വർക്ക് ചെയ്യും. ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. എക്സാമ്പിൾ ചെയ്താ ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ് ആർ ദി എക്സാമ്പിൾസ്. ഇവിടെ ഡു വൈൽ ലൂപ്പ് ഈസ് ദ എക്സാമ്പിൾ. 3 പോയിന്റ്സ്. വാട്ട് ഈസ് ലൂപ്പ്? ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഐറ്ററേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. റിപ്പീറ്റഡ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ലൂപ്പ്. വാട്ട് ആർ ദ വേരിയസ് ലൂപ്പിംഗ് കമ്പണൻസ്? ഇമ്പോർട്ടൻ്റ് ആണ്. 4 പാർട്ടാണ്. ഇനീഷ്യലൈസേഷൻ, ഒരു തുടക്കം വേണം. രണ്ടാമത്തത് എത്ര വരെ എഴുതണം, ദാറ്റ് ഈസ് കോൾഡ് കണ്ടീഷൻ. മൂന്നാമത്തത് അപ്ഡേഷൻ വേണം, എത്ര വെച്ച് കൂടണം അല്ലെങ്കിൽ കുറയണം. ആൻഡ് 4ാമത്തെ എലമെന്റ് ബോഡി വേണം, എന്താ ചെയ്യേണ്ടത്. റൈറ്റ് ദ കമ്പണൻസ് ഓഫ് ദ ഫോർ ദ ഫോളോയിങ് കോഡ്സ്. ദാ ഈ I ഈസ് ഈക്വൽ ടു 1 പറയുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ I ഈക്വൽ ടു 1. I ലെസ് ദാൻ 10 എന്നുള്ളതാണ് കണ്ടീഷൻ. ആ നടുവിലുള്ള സാധനമാണ്, ഈ മിഡിലുള്ള എലമെന്റ് ആണ് കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. യെസ്, കണ്ടീഷൻ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. മൂന്നാമത്തെ സാധനമാണ് ബോഡി. എവിടെ? പെന്നോടെ ബോഡിയാണ്. ആ ബോഡി എന്നുള്ള സാധനമാണ് C ഔട്ടിന്റെ സാധനം. C ഔട്ട് I. അപ്പം നമ്മൾ കളർ മാർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് C ഔട്ട് I, ബോഡി. ആൻഡ് ഫൈനൽ ലാബ് അപ്ഡേഷൻ ആണ്. അപ്ഡേഷൻ എവിടെ? അപ്ഡേഷൻ ആണ് എത്ര വെച്ച് കൂടണം കുറയണം തീരുമാനിക്കുന്ന ആള് I++. അപ്പം നമുക്കൊന്ന് കളർ മാർക്ക് ചെയ്തേക്കാം. യെസ്, ഇതാണ് അപ്ഡേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, റീറൈറ്റ്. ഇതിനെ മാറ്റി എഴുതണം. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് മാറ്റി എഴുതണം. എത്ര? ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട്. യെസ്, ഒരു 4 എഴുതാം. സ്റ്റാർട്ടിംഗ് വാല്യൂ n ഈക്വൽ ടു 2 ഇതിവിടെ എഴുതി. കണ്ടീഷനാണ് പിന്നീട് വേണ്ടേ. സിൻടാക്സ് വൃത്തിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഇതും എഴുതി കഴിയും. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അപ്ഡേഷൻ ആണ് എഴുതേണ്ടത്. n ഈക്വൽ ടു n+2 എന്നിട്ട് C ഔട്ട് n ഉള്ളിൽ എഴുതാം. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ടാസ്ക് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 3 ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാ 3 ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്? ബ്രേക്ക് എഴുതാം, കണ്ടിന്യൂ എഴുതാം, ഗോ ടു എഴുതാം, അല്ലെങ്കിൽ ഗോ ടു വേണ്ട. ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ, എക്സിറ്റ് എന്തു എഴുതാം. കമ്പയർ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ 2 പോയിന്റ്സ് എഴുതിയൊക്കെ ഉണ്ട്. എന്താ 2 പോയിന്റ്സ്? ബ്രേക്കും കണ്ടിന്യൂ നമ്മളെ വ്യത്യാസം. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇസ്, ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ് ബ്രേക്ക് തരാന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആവും. ഇഫ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് എക്സിക്യൂട്ടഡ്, ബ്രേക്ക് വർക്ക് ചെയ്താൽ ഇറ്റ് എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഇഫ് ദ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇറ്റ് സ്കിപ്പ് ദ റിമൈനിങ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? അപ്പം ബ്രേക്കിൽ എക്സിറ്റ് ആവും, കണ്ടിന്യൂവിൽ റിട്ടേൺ ദ സ്റ്റേറ്റ് അല്ല സ്കിപ്പ് ആവും. ഒരു എക്സാമ്പിൾ എഴുതിയാൽ അടിപൊളിയായി. ഒരു എക്സാമ്പിൾ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് ഇൻഡ് I ഈക്വൽ ടു 1. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിങ്ങനെ വായിക്കുക. I ഈക്വൽ ടു 1. I 1 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, I എത്ര വരെ പോകണം? 10 വരെ പോകണം. അപ്പം നമ്മൾ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുക. 1, 2, 3 ഇങ്ങനെ എക്സെട്ര 10 വരെ പോണ പ്രോഗ്രാം. I++ ആണ്, അപ്പം അതുവരെ പോകും. ഇനി നമ്മളിങ്ങനെ വേറെ കളർ മാറ്റി നോക്കാം. I ഈക്വൽ ടു 6 എത്തുമ്പോൾ ഈ പോരാട്ടം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ പോകുന്നിടത്ത് 6 എത്തുമ്പോൾ കണ്ടിന്യൂവിൻ്റെ അർത്ഥം എന്താണ്? സ്കിപ്പാണ്. അപ്പോൾ 6 സ്കിപ്പ് ആവും. സോ ദ ആൻസർ ഈസ് 1, 2, 3, 4,
5 6 സ്കിപ്പ് ആവും 7 8 9 10 മക്കളെ സെറ്റ് അല്ലേ ക്യുക്കായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ 1 റിവ്യൂ ഓഫ് സി പ്ലസ് പ്ലസ് സെറ്റ് അല്ലേ സോ ലാസ്റ്റ് ഒരു ഒറ്റ പ്രോഗ്രാം റൈറ്റ് എ പ്രോഗ്രാം ടു ആക്സെപ്റ്റ് 3 നമ്പേഴ്സ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ചോദിക്കുകയാണെങ്കിൽ ആഷ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് ലൈൻ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ആഷ് ഇൻക്ലൂഡ് തന്നെയാണ് ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസ് ഇൻ നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ ഒരു പ്രോഗ്രാം എഴുതാൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് വേണ്ടത് എത്ര നമ്പേഴ്സ് വേണം 3 നമ്പേഴ്സ് അപ്പോൾ 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുക A, B, C 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യണം എന്നാൽ മാത്രമേ വലുത് കണ്ടെത്താൻ കഴിയുള്ളൂ എൻ്റർ ഡബിൾ കോഡ് എന്ത് മെസ്സേജ് പ്രിന്റ് ചെയ്യണമെങ്കിലും ഡബിൾ കോഡിൽ എൻ്റർ 3 നമ്പേഴ്സ് അപ്പോൾ 3 നമ്പേഴ്സ് ടൈപ്പ് ചെയ്യും A എന്നുള്ളതിലേക്ക് ആദ്യം ടൈപ്പ് ചെയ്യും ബിയിലേക്ക് ടൈപ്പ് ചെയ്യും സിയിലേക്ക് ഇതിനെ പറയുന്ന പേരാണ് കാസ്കാഡിങ് ഓപ്പറേറ്റർ എന്ന് പറയും ഇനി ഈ 3 നമ്പറിൽ വലുത് ഏതാണെന്നുള്ള എങ്ങനെ കണ്ടെത്താം ഈഫ് എ ആണ് വലുത് ബീൻ്റെ കാട്ടിയും ആൻഡ് ഇങ്ങനെയാണ് ആൻഡ് ഇടുക A ഗ്രേറ്റർ ദാൻ C ആണെങ്കിൽ A ബീൻ്റെ കാട്ടി സിൻ്റെ കാട്ടി വലുതാണ് A ആണ് വലുത് കഴിഞ്ഞു C ഔട്ട് A അല്ലെങ്കിൽ B ആണെന്ന് പറയാൻ പറ്റില്ല ബിയും സിയും ഉണ്ട് അപ്പോൾ അടുത്ത ഓപ്ഷൻ എൽസ് ഈഫ് B ഗ്രേറ്റർ ദാൻ C ആണെങ്കിൽ C ഔട്ട് B അല്ലെങ്കിലോ എയും അല്ല ബിയും അല്ല പിന്നെ C ആയിരിക്കും ഉറപ്പല്ലേ അവിടെ വൈൻഡപ്പ് ചെയ്തു റിട്ടേൺ 0 വൈൻഡപ്പ് ചെയ്തു സോ മക്കളെ ഓൾ ദ ബെസ്റ്റ് അടിപൊളിയല്ല റിവ്യൂ ഓഫ് C++ എന്നുള്ള അതിമനോഹരമായ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമായി താങ്ക് യു സോ മച്ച്